സുഖമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അദ്ദേഹം ഞെട്ടിയോടെ ഈ കുട്ടി എന്തിനാണ് കരയുന്നത് എന്നുള്ള ഒരു സങ്കല്പം വരികയും അദ്ദേഹത്തിന്റെ ഒരു ഗുരുനാഥനോട് ചോദിക്കുകയും ചെയ്തതാണ്. അപ്പൊ അദ്ദേഹം ഇതേ പ്രശ്നം പോലത്തെ ഏതോ ഒരു ക്രിയ ചെയ്തിട്ട് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ആനയെ നടക്കിയെത്തിയ സമയത്ത് ഈ ആനയുടെ കരിമ്പരം വിരിച്ചതിന്റെ താഴെ ഈ അമ്മ കൊണ്ടുവന്ന ഒരു കുന്നിക്കുരു ഉണ്ടായിരുന്നു അത്രേ. ഈ ആന ഇതിന്റെ മുകളിൽ കയറി ഇരുന്നപ്പോൾ ഈ കുന്നിക്കുരു അരഞ്ഞുപോയി, ചതഞ്ഞറിഞ്ഞുപോയി. അപ്പൊ ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം തന്റെ അമ്മ തനിക്ക് തന്നൊരു സമ്മാനം നഷ്ടപ്പെട്ട വേദനയാണ്, അല്ലാണ്ട് ആനയെ കിട്ടിയ സന്തോഷമല്ല. അതിന് സിംബോളിക്കായിട്ട് എടുത്താൽ മതി. നമ്മൾ കൊടുക്കുന്ന കൺസെപ്റ്റിലാണ് ഭഗവാന്റെ അക്സെപ്റ്റൻസ് ഇരിക്കുന്നത്. നിങ്ങൾ ആനയെ കൊടുത്താലും മഞ്ചാടി കൊടുത്താലും അത് എന്ത് മനോഭാവത്തോടു കൂടി കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ അമ്മയ്ക്ക് അതേ കൊടുക്കാനുള്ളൂ. അതിൽ നിന്ന് കിട്ടിയ ഓരോ മഞ്ചാടിയും ഭഗവാൻ അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. ഭഗവാൻ പെറുക്കിയിട്ട് പോലും ഒരെണ്ണം മിസ്സായി, അതിന്റെ മുകളിലാണ് ആന കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആനയെ കൊടുത്ത ആള് മോശക്കാരനാണെന്നില്ല. അദ്ദേഹം കൊടുത്ത ആനയ്ക്കുള്ള അതേ ഇമ്പോർട്ടൻസ് ആ തെറിച്ചു പോയ ഒരു കുന്നിക്കുരുവിന് ഭഗവാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്.